എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സ്വന്തം പറമ്പിലെ മാവിലെ ഒരു മാങ്ങയാണിത്. ഏകദേശം 1 കിലോ വരും ഒരു മാങ്ങയുടെ സൈസ് എന്ന് പറയുന്നത്. ഇതിനെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇത് മൽഗോവ മാമ്പഴം എന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല കറക്റ്റായിട്ട്. നമ്മൾ ഇപ്പോഴത്തെ യുഗം എല്ലാം ചാറ്റ് GPT ഒക്കെ ആണല്ലോ. അപ്പം ഈ ചാറ്റ് GPT പറയുന്ന ഈ സാധനം മൽഗോവ മാമ്പഴം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ മൽഗോവ മാമ്പഴം ഒരു 15 പിടിച്ചു ഇപ്രാവശ്യം. പക്ഷെ അപൂർവമായിട്ടേ കിട്ടിയുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഈച്ചക്കണിയൊക്കെ വാങ്ങിച്ച് കെട്ടി. എന്നിട്ടും കാര്യമൊന്നുമില്ല. ഈച്ചക്കണിയൊക്കെ വെറും കളിപ്പില്ല. അതുകൊണ്ട് ആരും അതിനെയൊക്കെ ട്രൈ ചെയ്ത് പോകണ്ട. അതൊക്കെ വെറും കയ്യിൽ നിന്ന് കാശ് പോകുന്ന ഏർപ്പാട് തന്നെ. പക്ഷെ എന്താണെങ്കിലും ഒരു മാങ്ങ വളരെ ശക്തമായിട്ടും വ്യക്തമായിട്ടും അതിമനോഹരമായി എനിക്ക് കിട്ടി. എന്ത് പറഞ്ഞാലും എന്ത് ന്യായം പറഞ്ഞാലും ഇതിന്റെ ടേസ്റ്റ് ഒരു അന്യായ ടേസ്റ്റ് തന്നെ. ഇതിന്റെ മാങ്ങാണ്ടിയൊക്കെ വളരെ ചെറുപ്പമുള്ള മാങ്ങ തന്നെ. മീൻസ് മാങ്ങാണ്ടി ഒരു വളരെ ചെറിയ മാങ്ങാണ്ടിയാണ്. പക്ഷേ ടേസ്റ്റ് അന്യായ ടേസ്റ്റാണ്. നമ്മളങ്ങോട്ട് എടുത്തങ്ങോട്ട് കീറിക്കഴിഞ്ഞാണല്ലോ അതിന്റെ ആ ഒരു ചുവപ്പ് കളറും ആ ഒരു ഉദ്ദേശിക്കുന്ന ഒരു പഴുത്തന്റെ ആ മഞ്ഞ കളറും ആ ഒരു ഫ്ലേവറും ഒക്കെ ഒരു പറഞ്ഞിരിക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് കറക്റ്റ് അങ്ങോട്ട് നമ്മൾ പൂളി അങ്ങോട്ട് എടുക്കണം. നല്ല ചെത്തി ഇതേ നോക്കി ഇങ്ങനെ അങ്ങോട്ട് കീറണം. ഇങ്ങനെ കീറിയിട്ട് ഇങ്ങനെ പൊളത്തി അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാണല്ലോ എന്താ രസം നോക്കിയാലോ. അട്ടിപ്പൊളിയായിട്ട് നമ്മുടെ വായി കൂടെ വെള്ളം വരും. ഇത് കണ്ടില്ലേ, നല്ല ഒരു കേടുമില്ല. എന്തായാലും ഒരു മാങ്ങ നല്ല വ്യക്തമായിട്ട് കിട്ടും. പക്ഷെ 1 കിലോ ഉണ്ട്. ഏകദേശം 1 കിലോയ്ക്ക് പുറത്തുണ്ട് ഈ മാങ്ങ. ഞാൻ വെയിറ്റ് നോക്കിയായിരുന്നു. എനിക്ക് 100 കണ്ട ഒരു മാങ്ങയുടെ വെയിറ്റ് എന്ന് പറയുന്നത്. അത് നല്ല ജ്യൂസിയാണ്, നല്ല മധുരമാണ്, കേടൊന്നുമില്ല. നമ്മൾ എന്താ പറയുന്നൊരു കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ നമുക്ക് ഇത്രയും വലിപ്പമുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര എന്താ വിഷം ചേർത്തെന്നൊക്കെ ആയിരിക്കും. പക്ഷെ വിഷം ചേർത്ത് കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ തമിഴ്നാട്ടിൽ വരുന്ന മാങ്ങ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ഇത് വിഷവും ചേർക്കാതെ ഉള്ളി നമ്മുടെ ഇവിടുത്തെ വളങ്ങൾ മാത്രം എടുത്ത മാങ്ങയാണ്. നമ്മൾ ഈ പീസ് എടുത്തിട്ട് പിഴിഞ്ഞുണ്ടല്ലോ, മാങ്ങയുടെ പീസ് പിഴിഞ്ഞാണ്ട് ഇതേപോലെ നല്ല കിടുക്കാച്ചിയായിട്ട് അടിപൊളി വജ്രം വെച്ചിങ്ങനെ മൈ ഗോഡ് അട്ടിപ്പൊളിയായിട്ട് തേൻ വീഴുന്നതൊക്കെ വീഴുന്നത്. ടേസ്റ്റ് വെച്ചാൽ അന്യ ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. മധുരമാണെങ്കിൽ അതിഗംഭീരം. വായിക്കൂടെ വെള്ളമൊന്നും വരണ്ട. നല്ല അടിപൊളി മൽഗോവ മാമ്പഴമാണ്. ഞങ്ങളുടെ പറമ്പിലെ സ്വന്തം മാങ്ങ. ഒരു വിഷമില്ല, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. കിടുക്കാച്ചി എന്ന് പറഞ്ഞാൽ പാക്ക കിടുക്കാച്ചി, മപ്പ്, ഒരു രക്ഷയില്ല. ഒരു മാങ്ങയും കോംപ്രമൈസ് വരത്തില്ല. അട്ടിപ്പൊളിയാണ്, സൂപ്പറാണ്, ഞെരുപ്പാണ്. ഇതിനപ്പുറം ഒന്നുമില്ല. ഇത് കണ്ടില്ലേ, നല്ല പൂളി അങ്ങോട്ട് വെച്ചിട്ട് ശകലം മുളക് പൊടിയൊക്കെ ഇട്ടുണ്ടല്ലോ, വേറെ ലെവലാ. എന്റെ പൊന്നോ, ഒരു രക്ഷയില്ല. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ സൂപ്പർ സൂപ്പർ.